ലോകത്തിലെ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കുന്ന നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഒരു ഫോൺ കോൾ നടത്തി. ഇന്ത്യയും ചൈനയും റഷ്യയും സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഭയന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ ഫോൺ വിളി എന്നാണ് പരാമർശങ്ങൾ വരുന്നത്. ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇനി യുഎസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ബോധ്യം കൊണ്ട് ഓരോ രാജ്യങ്ങളെയായി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് ട്രംപ്. ആ കോളിന് ശേഷം ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ വ്യാപാര ചർച്ചകൾ, ഫെന്റനൈൽ കയറ്റുമതി തടയൽ, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കൽ, ടിക്ടോക്ക് കരാറിന് അംഗീകാരം നേടൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ താനും തന്റെ ചൈനീസ് എതിരാളിയും ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി സ്ഥിരീകരിച്ചു. ഈ ആഹ്വാനത്തെ ഫലപ്രദവും വളരെ നല്ലതുമാണെന്ന് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു. അന്തർലീനമായ പിരിമുറുക്കങ്ങൾക്കിടയിലും യുഎസും ചൈനയും തമ്മിലുള്ള ചലനാത്മകത മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ കൂടിക്കാഴ്ച നടത്താൻ ഇരു നേതാക്കളും സമ്മതിച്ചു. കൂടാതെ അടുത്ത വർഷം ആദ്യം ട്രംപ് ചൈന സന്ദർശിക്കുന്നതിനുള്ള പദ്ധതികളും ഉചിതമായ സമയത്ത് ഷീ ജിൻപിങ് അമേരിക്കയിലേക്ക് പരസ്പര സന്ദർശനം നടത്തുന്നതിനുള്ള പദ്ധതികളും ചർച്ച ചെയ്യപ്പെട്ടു. ചൈനയുടെ അംഗീകാരത്തിന് ട്രംപ് നന്ദി പ്രകടിപ്പിച്ചതോടെ ടിക്ടോക്ക് ഇടപാട് ഒരു പ്രധാന വഴിത്തിരിവായി തോന്നുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ ക്രമീകരണം ടിക്ടോക്കിന്റെ യുഎസ് പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുന്നു. ബെഡ്ഡാൻസിന്റെ അൽഗോരിതം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ ആസ്തികൾ അമേരിക്കൻ ഉടമകൾക്ക് കൈമാറും. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയും ബെഡ്ഡാൻസിന്റെ യുഎസ് പ്രവർത്തനങ്ങൾ വിൽക്കാൻ ആവശ്യപ്പെടുന്ന നിയമത്തിനിടയിലും ട്രംപ് ടിക്ടോക്കിന് മേലുള്ള നിരോധനം ആവർത്തിച്ച് വൈകിപ്പിച്ചതിന് ശേഷമാണ് ഈ മാറ്റം. മറുവശത്ത് ഈ വർഷം ആദ്യം 145% വരെ താരിഫുകൾ ഉയർന്നതോടെ യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ അയവുള്ളതായി തോന്നുന്നു. ഇരു രാജ്യങ്ങളും തീരുവകൾ കുറച്ചു. യുഎസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30%വും ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 10%വും തീരുവ ചുമത്തി. പുതുക്കുകയോ വീണ്ടും ചർച്ച ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഈ നടപടികൾ നവംബറിൽ കാലഹരണപ്പെടും. വെള്ളിയാഴ്ച വൈകുന്നേരം ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിലവിലെ ചൈന യുഎസ് ബന്ധങ്ങളെക്കുറിച്ചും പരസ്പര താൽപര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും സത്യസന്ധവും ആഴത്തിലുള്ളതുമായ ചർച്ച നടന്നതായി സിൻഹുവ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സുസ്ഥിരമായ വികസനത്തിന് നേതാക്കൾ തന്ത്രപരമായ മാർഗനിർദ്ദേശം നൽകി. പ്രായോഗികവും പോസിറ്റീവും സൃഷ്ടിപരവുമാണ് ഈ സംഭാഷണത്തെ വിശേഷിപ്പിച്ചത്. ചൈന യുഎസ് ബന്ധങ്ങളുടെ വലിയ പ്രാധാന്യം പ്രസിഡന്റ് ഷീ ജിൻപിങ് ഊന്നി പറഞ്ഞതായും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം വിജയം, സമൃദ്ധി, തങ്ങൾക്കും ലോകത്തിനും നേട്ടങ്ങൾ എന്നിവ കൈവരിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടിൽ വന്നത്. ഈ ദർശനത്തിനായി പരസ്പര ബഹുമാനം, സമാധാനപരമായ സഹവർത്തിത്വം, വിജയ സഹകരണം എന്നിവയ്ക്കായി സംയുക്ത ശ്രമങ്ങൾ നടത്തി ഇരുപക്ഷവും പരസ്പരം നീങ്ങണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു ടീമുകളും തമ്മിലുള്ള സമീപകാല കൂടിയാലോചനകൾ സമത്വം, ബഹുമാനം, പരസ്പര സഹകരണം എന്നിവയുടെ തത്വങ്ങളെ പ്രതിഫലിക്കുന്നതായും സിൻഹുവ വിശദീകരിച്ചു. ഒന്നിലധികം കൂടിയാലോചനാ റൗണ്ടുകളുടെ ഫലങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ വ്യാപാര നിയന്ത്രണ നടപടികൾ യുഎസ് ഒഴിവാക്കണമെന്നും ചൈന വാദിച്ചു. കൂടാതെ ടിക്ടോക്കിന്റെ കാര്യത്തിൽ സർക്കാർ കോർപ്പറേറ്റ് തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നു. വിപണി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നു. ചൈനീസ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താൽപര്യങ്ങൾ സന്തുലിതമാക്കുന്ന പരിഹാരങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് നിലപാട് ചൈനയുടേത് വ്യക്തമായിരുന്നു. യുഎസിൽ നിക്ഷേപം നടത്തുന്ന ചൈനീസ് കമ്പനികൾക്ക് തുറന്നതും നീതിയുക്തവും വിവേചനരഹിതവുമായ ഒരു അന്തരീക്ഷം യുഎസ് നൽകുമെന്നും ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.